ഹൈ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് വേഴ്സ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ ഇന്നും നിഫ്റ്റി എങ്ങനെ ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് പരിശോധിക്കാം. ആദ്യം 21/5/2025 ബുധനാഴ്ച 24,800 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തിരുന്ന നിഫ്റ്റി ഇന്ന് ഓപ്പൺ ആയത് 24,733 എന്ന ലെവലിലാണ്. അതായത് ചാർട്ട് പ്രകാരം പരിശോധിക്കുമ്പോൾ ഒരു 67 പോയിന്റിന്റെ ഗ്യാപ് ഡൗൺ ആണ് ഇന്നത്തെ ഓപ്പണിംഗ് നൽകിയിട്ടുള്ളത്. ഇന്നത്തെ ഡേയ്സ് ഹൈ ആൻഡ് ലോ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം ഒരു 275 പോയിന്റിന്റെ മൂവ്മെന്റ് ആണ് ഇന്ന് നിഫ്റ്റി നൽകിയിട്ടുള്ളത്. ഓപ്പൺ ചെയ്ത ആദ്യമേ തന്നെ കഴിഞ്ഞ ദിവസം ഇന്നലെ നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ ഇങ്ങനെയായിരുന്നു. ഈ ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും കിട്ടുന്ന അപ്പ് മൂവ് ഓപ്പൺ ചെയ്യുന്നത് ഫ്ലാറ്റ് ആയിരിക്കണമായിരുന്നു. എന്നാൽ ഇന്ന് ഓപ്പൺ ചെയ്തതേ ആ ലെവൽ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ്. ചെറിയ ടൈം ഫ്രെയിമിൽ പരിശോധിക്കുമ്പോൾ പ്രൈസ് ഡൗൺ സൈഡിലേക്ക് സഞ്ചരിക്കുകയാണ്, സെല്ലിംഗ് ആണ് എന്ന് മനസ്സിലാക്കിയ ഏതൊരാൾക്കും ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ആയി അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ ഏതെങ്കിലും ഒന്ന് സ്റ്റോപ്പ് ലോസ് ആയി കൊടുക്കാൻ കഴിയുമായിരുന്നു. ആ തരത്തിൽ ട്രേഡ് ചെയ്തവർ വളരെ പെട്ടെന്ന് തന്നെ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അവരൊക്കെ ഒരു ദിവസത്തെ ഇത്രയും വലിയൊരു ഫാള് കിട്ടിയപ്പോൾ പിന്നീട് കൺസോൾട്ടേഷൻ ആണ് വരാൻ പോകുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് കിൽ സ്വിച്ച് എന്ന് പറയുന്ന സംവിധാനം ഉപയോഗിച്ച് അവരവരുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ലോക്ക് ചെയ്ത് എസ്കേപ്പ് ആവുക തന്നെയാണ് ചെയ്തത്. കാരണം കിട്ടിയ പ്രോഫിറ്റ് അത് സേവ് ചെയ്യുക എന്നത് തന്നെയാണ് പ്രധാന കാര്യം. പോരാത്തതിന് ഇന്ന് വീക്ക്ലി ക്ലോസിംഗ് ഡേ ആണ്. ടൈം ഡീക്കേ ഉണ്ടായാൽ തീർച്ചയായും പ്രീമിയം മെൽറ്റിംഗ് വരും. ഒരു പൊസിഷൻ എടുത്താൽ തന്നെ പ്രോഫിറ്റ് അത് നമുക്ക് മനസ്സ് നിറയ്ക്കുന്ന ഒരു പ്രോഫിറ്റ് ഇല്ലെങ്കിൽ നമ്മൾ ഹോൾഡ് ചെയ്യും. അത് പതിയെ സമയം കടന്നു പോകുമ്പോൾ ആ പ്രീമിയം ഓട്ടോമാറ്റിക്കായി കുറഞ്ഞ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുകയും നമ്മുടെ ക്യാപിറ്റൽ ലോസ് ആവുകയും ചെയ്യും. അത് ബോധ്യമുള്ളവർ കൃത്യമായും ട്രേഡിംഗ് നിർത്തിവെച്ച് എസ്കേപ്പ് ആവുക തന്നെയാണ് ചെയ്തത്. എന്നാൽ ഏതാണ്ട് ഉച്ചയോട് അടുത്ത സമയത്ത് ഹീറോ സീറോ ലഭ്യമാകുമോ എന്ന് അന്വേഷിച്ച വ്യക്തികൾക്ക് ഞാൻ സാധാരണ അങ്ങനെ ചെയ്യാൻ പാടുള്ളതല്ല. ഞാൻ കൃത്യമായും എൻ്റെ ട്രേഡിംഗ് ലെവൽ സ്റ്റാറ്റസ് ആയി പോസ്റ്റ് ചെയ്തിരുന്നു. ഒട്ടനവധി പേർ അത് കണ്ടിട്ടുണ്ട്, കൃത്യമായും ട്രേഡും ചെയ്തിട്ടുണ്ട്. ഈ ലെവലിൽ നിന്നും ഈ ലെവലിലേക്കുള്ള ഒരു ട്രേഡായിരുന്നു ഞാൻ കൊടുത്തത്. അല്പം സമയമെടുത്തു എങ്കിൽ പോലും സമയമെടുത്താലും വിവിധ പ്രാവശ്യം എൻ്റർ ചെയ്തൊരു ഓപ്ഷൻ ടൈം കടന്നു പോകുമ്പോൾ പ്രോഫിറ്റ് നൽകിയിട്ട് വീണ്ടും അത് പുറകോട്ട് വരാം. അപ്പോൾ പല തവണ പ്രോഫിറ്റ് എടുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതിനുശേഷം ഈ ലെവൽ കൃത്യമായും ടാർഗറ്റ് ഹിറ്റ് ചെയ്യുമ്പോഴും ഞാൻ കൃത്യമായി എൻ്റെ സ്റ്റാറ്റസിൽ അത് അപ്ഡേറ്റ് ചെയ്തിരുന്നു. എന്തായിരുന്നാലും യഥാർത്ഥ ഹീറോ സീറോ ഇവിടെ നിന്നുള്ള റിട്ടേൺ ആയിരുന്നു. അത് പക്ഷേ ഒരു സ്റ്റാറ്റസ് ഇടാനോ ഒരു മെസ്സേജ് ഇട്ട് മറ്റൊരാൾക്ക് കൈമാറാനോ പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ല. വളരെ പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു കാര്യമാണ് അത്. അതും പക്ഷേ തിരിച്ചറിഞ്ഞ് ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കിയവർ ധാരാളം പേരുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ട്രേഡിംഗ്. എങ്ങനെയെല്ലാം നമുക്ക് ഈ മാർക്കറ്റ് ട്രേഡ് ചെയ്യാമായിരുന്നു എന്നതിനകത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്ന് ലഭ്യമായ പ്രൈസ് ലെവലുകളെ, മൂവിങ് ലെവലുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നാളത്തേക്ക് നമ്മുടെ ട്രേഡ് എങ്ങനെ പ്ലാൻ ചെയ്യാം എന്ന് പരിശോധിക്കാം. 24,618 എന്ന ലെവലാണ് ഞാൻ ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ 24,592 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന മൈനർ സപ്പോർട്ടായി ഈ പ്രധാന സപ്പോർട്ടിന് താഴെ ചേർത്തിട്ടുള്ളത്. അതായത് അതൊരു സ്റ്റോപ്പ് ലോസായി നമുക്ക് വിനിയോഗിക്കാം എന്നർത്ഥം. ഓക്കെ, എന്നാൽ 24,863 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന റെസിസ്റ്റൻസ് എന്ന രീതിയിൽ ഞാൻ കണക്കാക്കുന്നത്. അതിനിടയിൽ മൈനർ റെസിസ്റ്റൻസുകളായി ഇന്നത്തെ ഉയരം 24,739, അതുപോലെ 24,818 എന്നിങ്ങനെയുള്ള ലെവലുകളാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ ഏതോ അത് സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നത് തന്നെയാണ്. ആ തരത്തിലൊരു ക്ലോസിംഗ് ലഭിച്ചാൽ മാത്രം വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്തിട്ടില്ല എങ്കിൽ വീണ്ടും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ തന്നെയാണ് നൽകുന്നതെന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ തുടർന്ന് മുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ടാർഗറ്റുകൾ ഗ്രാജുവലി ലഭിച്ചേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ
അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും. അതിന് ലഭിക്കേണ്ടുന്ന ടാർഗറ്റ് 24,544 എന്ന ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അത്തരത്തിൽ ഒരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് പ്രൈസ് വീണ്ടും 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആകുന്നു എന്ന് വന്നാൽ തുടർന്ന് പ്രൈസ് വീണ്ടും വീക്ക് ആകാം എന്നാണ് കണക്കാക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് താഴെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ 24,480 എന്ന ലെവൽ അല്പം സ്ട്രോങ് ആയ സപ്പോർട്ടായി പ്രവർത്തിച്ചേക്കാം എന്ന് കരുതുന്നു. എന്നാൽ ഇന്നത്തെ ലോ ആയ 24,460 എന്ന ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആകുന്നു എന്ന ഒരു സിറ്റുവേഷനാണ് ഉണ്ടാകുന്നതെങ്കിൽ പ്രൈസ് കുറച്ചും കൂടി സ്ട്രോങ് ആയി താഴോട്ട് പോന്നേക്കാം എന്നാണ് കണക്കാക്കുന്നത്. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തി കാണുന്നവ. 54,941 എന്ന ലെവലാണ് ബാങ്ക് നിഫ്റ്റിയിൽ ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൊട്ട് താഴെ 54,860 എന്ന് പറയുന്ന മൈനർ സപ്പോർട്ടും രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ അപ്പർ സൈഡിൽ മൈനർ റെസിസ്റ്റൻസുകളായി 55,168, 55,338, 480, 55,626 എന്നിങ്ങനെയുള്ള ലെവലുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ 55,626 എന്ന ലെവൽ അല്പം സ്ട്രോങ് ആയ റെസിസ്റ്റൻസ് ആയി പ്രവർത്തിച്ചേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള മൈനർ സപ്പോർട്ട് സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും. ആദ്യം ലഭിക്കേണ്ടുന്ന ടാർഗറ്റ് 55,168 എന്ന് പറയുന്ന ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നത് തന്നെയാണ്. അത്തരത്തിൽ ഒരു ക്ലോസിംഗ് ലഭിച്ചാൽ മാത്രം വീണ്ടും കിട്ടുന്ന ഒരു ഡിക്ലൈനിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണിൽ വീണ്ടും പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ നമുക്ക് കോൾ ഓപ്ഷൻ തന്നെ വീണ്ടും ബൈ ചെയ്യാൻ കഴിഞ്ഞേക്കും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ വീണ്ടും ക്ലോസ് ചെയ്യുന്നു എന്ന് വന്നാൽ തുടർന്ന് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവലുകൾ ടാർഗറ്റുകളായി ലഭിച്ചേക്കാം എന്നാണ് കരുതുന്നത്. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവലുകൾ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും. ആദ്യം ലഭിക്കേണ്ട ടാർഗറ്റ് 54,860 എന്ന് പറയുന്ന ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നത് തന്നെയാണ്. അത്തരത്തിൽ ഒരു ക്ലോസിംഗ് ലഭിച്ചാൽ മാത്രം വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ കാണിക്കുകയും ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ വീണ്ടും ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുന്നു എന്ന് വന്നാൽ ഗ്രാജുവലി പ്രൈസ് ഈ ലെവലുകൾ ടെസ്റ്റ് ചെയ്തേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിൽ 54,636 അല്പം സ്ട്രോങ് ആയ സപ്പോർട്ടായി പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇന്നത്തെ ലോയ്ക്ക് താഴോട്ട് ഈ ലെവലിന് താഴെ 54,566 എന്ന ലെവലിന് താഴെ വീണ്ടും 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആകുന്നു എന്ന് വന്നാൽ പ്രൈസ് വീണ്ടും വീക്കാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയെങ്കിൽ താഴോട്ട് സഞ്ചരിക്കുമ്പോൾ ലഭിക്കാവുന്ന സപ്പോർട്ട് ലെവലുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളവ. 80,966 എന്ന ലെവലാണ് സെൻസെക്സിൽ ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന സപ്പോർട്ട് എന്ന രീതിയിൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൊട്ട് താഴെയായി 80,887 എന്ന് പറയുന്ന മൈനർ സപ്പോർട്ടും രേഖപ്പെടുത്തിയിരിക്കുന്നു. മുകളിലേക്ക് 81,323, 630, 860 എന്നിങ്ങനെയുള്ള പ്രധാന റെസിസ്റ്റൻസുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിൽ 81,860 തിക്ക് ബ്ലൂ ലൈനിൽ രേഖപ്പെടുത്തിയ ലെവലാണ് അല്പം സ്ട്രോങ് ആയ റെസിസ്റ്റൻസ് ആയി പ്രവർത്തിക്കാൻ സാധ്യതയുള്ളത്. ബാക്കിയുള്ളവ മൈനർ റെസിസ്റ്റൻസുകളാണ്. ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള മൈനർ സപ്പോർട്ട് സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും. ആദ്യം ലഭിക്കേണ്ടുന്ന ടാർഗറ്റ് ഇന്നത്തെ ഉയരത്തിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അത്തരത്തിലൊരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ വീണ്ടും പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലേക്ക് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആകുന്നു എന്ന് വന്നാൽ ഗ്രാജുവലി പ്രൈസ് അപ്വേർഡ് സഞ്ചരിച്ചേക്കാം. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് മുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള ഒരു റെസിസ്റ്റൻസ് ലെവൽ
സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും. ആദ്യം ലഭിക്കേണ്ടുന്ന പ്രധാന ടാർഗറ്റ് എന്ന് പറയുന്നത് 80,748 എന്ന ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്ലോസ് ആവുക എന്നതാണ്. അത്തരത്തിലൊരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു അപ്വേർഡ് മൂവ്മെന്റ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്ലോസ് ആവുന്നു എന്ന് വന്നാൽ പ്രൈസ് വീക്ക് ആയേക്കാം എന്നാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ചുവടെ ചേർത്തിട്ടുള്ളത്. അതിൽ 80,543 എന്ന ലെവൽ അല്പം സ്ട്രോങ് ആയ ഒരു സപ്പോർട്ടായി പ്രവർത്തിച്ചേക്കാം എന്നാണ് കരുതുന്നത്. എന്നാൽ ഇന്നത്തെ ലോയ്ക്ക് താഴെ 80,487 എന്ന ലെവലിന് താഴോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്ലോസ് ആവുന്ന സാഹചര്യം വന്നാൽ പ്രൈസ് അല്പം കൂടെ വീക്ക് ആയേക്കാം എന്നാണ് കണക്കാക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ചുവടെ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ 3 ഇൻഡെക്സുകളുടെയും നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ ട്രേഡിംഗ് പ്ലാൻ. നമ്മുടെ പബ്ലിക് ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെ പിൻ ചെയ്തിട്ടുണ്ട്. അതിൽ എൻ്റെ വാട്സപ്പ് നമ്പറും പിൻ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക്, ഞാനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് താല്പര്യമുള്ളവർക്ക് ആ വാട്സപ്പ് നമ്പർ ഉപയോഗിച്ച് വോയിസ് മെസ്സേജിലൂടെ കോൺടാക്റ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. വിളിച്ചാൽ കിട്ടുക എന്ന് പറയുന്നത് അല്പം ബുദ്ധിമുട്ട് പിടിച്ച ഒരു കാര്യമാണ്. അതുകൊണ്ട് ദയവായി ഞാനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നവർ വോയിസ് മെസ്സേജ് മാത്രം അയച്ച് സംവദിക്കാൻ ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു. ഡിസ്ക്ലൈമർ: ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് ഒന്നുമല്ല. എൻ്റെ എക്സ്പീരിയൻസിൻ്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് നാളേക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ ട്രേഡിംഗ് പ്ലാൻ തയ്യാറാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ചാനലിൻ്റെ വ്യൂവേഴ്സിൽ അവർക്കും പഠനാർത്ഥം ഉപയോഗിക്കത്തക്ക രീതിയിൽ ഇത് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നു. നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം. റിസ്ക് പൂർണ്ണമായും നിങ്ങളുടേതാണ്. എന്നാൽ നമ്മളുടെ ട്രേഡിംഗ് പ്ലാൻ ഗുണകരമാണ് എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്, നിങ്ങൾക്ക് മനസ്സിലാകുന്നത് എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കളായ ട്രേഡേഴ്സിനും നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കും എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നതിനൊപ്പം ഒരു ലൈക്ക് നൽകുകയാണെങ്കിൽ അത് തീർച്ചയായും യൂട്യൂബ് നമ്മളുടെ വീഡിയോ, നമ്മുടെ ചാനൽ പ്രൊമോട്ട് ചെയ്യാനൊരു കാരണമാകും. അത്തരത്തിൽ ലൈക്കുകളും കമൻറ്റുകളും രേഖപ്പെടുത്തി മറ്റുള്ളവരിലേക്കും നമ്മുടെ ചാനൽ കടന്നു ചെല്ലാനുള്ള ഒരു അവസരമൊരുക്കാൻ നിങ്ങൾ സഹായിക്കുമെന്ന് കരുതുന്നു. നാളെയും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ നൽകുന്ന മൂവ്മെൻറ്റ് എല്ലാ ഇൻഡെക്സിലും ഉണ്ടാവട്ടെ. എല്ലാവർക്കും നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ സാധ്യമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക്